സ്വാഗതം. അപ്പോൾ നമ്മളൊരു ബ്ലാക്ക് പേപ്പർ എടുത്തിട്ട് ഒരു പിക്ചർ വരച്ചു കൊടുക്കുകയാണ് കേട്ടോ. നല്ലൊരു അടിപൊളി ആർട്ടാണ്, വേസ്റ്റ് മെറ്റീരിയൽ വെച്ചിട്ട് ചെയ്യുന്നതാണ്. പക്ഷെ നല്ല ഭംഗിയാണ് കേട്ടോ ചെയ്യാനായിട്ട്. അപ്പോൾ ഈ ഒരു പിക്ചറാണ് നമ്മൾ വരച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഇതെല്ലാം ഫിനിഷിങ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഏതാണ് ഒരു പിക്ചർ നമ്മൾ വരച്ചു കൊടുക്കുന്നതെന്ന് കേട്ടോ. അപ്പോൾ ഞാനിവിടെ ബ്ലാക്ക് പേപ്പറാണ് എടുത്തിരിക്കുന്നത്. ഇതിന് പകരമായിട്ട് ബ്ലാക്ക് പേപ്പർ എനിക്കൊരു മിസ്റ്റേക്ക് പറ്റി കേട്ടോ. ഇതിന് പകരമായിട്ട് ബ്ലാക്ക് തുണിയോ അല്ലെങ്കിൽ വൈറ്റ് തുണിയോ അങ്ങനെ, അല്ലെങ്കിൽ കട്ടിയുള്ള ചാർട്ട് പേപ്പർ ഉണ്ടല്ലോ, അങ്ങനത്തെ എന്തെങ്കിലും എടുക്കുന്നതാണ് കുറച്ചുകൂടെ നല്ലത് കേട്ടോ. അപ്പോൾ ഈ ഒരു പിക്ചറാണ് നമ്മൾ വരച്ചു കൊടുത്തിരിക്കുന്നത്. ഇനി ഇതിന് ശേഷം നമ്മൾ വേസ്റ്റിൽ കളയുന്ന നമ്മുടെ ഈ ഒരു പാഴ്സലൊക്കെ മേടിക്കുമ്പോൾ കിട്ടുന്ന തെർമോക്കോൾ പ്ലേറ്റ് ഉണ്ടല്ലോ, ഈ ഒരു പ്ലേറ്റാണ് കേട്ടോ നമ്മൾ എടുക്കുന്നത്. ഈ പ്ലേറ്റ് എടുത്തിട്ട് എന്ത് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഈ സൈഡിലുള്ള പീസില്ലേ അതങ്ങ് കട്ട് ചെയ്ത് മാറ്റുകയാണ് കേട്ടോ ചെയ്യുന്നത്. എന്നിട്ട് ആ പ്ലെയിൻ ആയിട്ട് നിൽക്കുന്ന ഈ ഒരു ഭാഗം എടുക്കാം. എന്നിട്ട് നമ്മുടെ ആ പിക്ചർ ഉണ്ടല്ലോ അത് ഇതിലോട്ട് വരച്ചു കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഇത് 2 പീസായാലും കുഴപ്പമൊന്നുമില്ല. നമുക്കിങ്ങനെ സെപ്പറേറ്റ് ആയിട്ടാണ് ഓരോ പീസസ് വേണ്ടത്. അപ്പോൾ എവിടേക്കാണ് വരുന്നതെന്ന് വെച്ചാൽ ആ ഒരു ഭാഗങ്ങൾ കണക്ഷൻ വരുന്ന പീസസ് മാത്രം ഒന്നിച്ചും ബാക്കിയുള്ളത് സെപ്പറേറ്റ് ആയിട്ടും വരച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. എന്നിട്ട് നമുക്കിത് കട്ട് ചെയ്തെടുക്കാൻ വേണ്ട കേട്ടോ. അപ്പോൾ അതിനായിട്ട് നമ്മളിതാ ഇതേപോലെ വരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഒരു തെർമോക്കോൾ കട്ടർ എടുത്തിട്ട് ഇതേപോലെ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഓരോ പീസസ് ആയിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കുക, കണക്ഷൻ വരുന്ന ഭാഗങ്ങൾ ഒന്നിച്ച് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. അങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ട് സൈഡൊക്കെ നല്ല ഭംഗിയായിട്ട് കൊടുക്കുക കേട്ടോ. ഭംഗിയായിട്ട് നന്നായിട്ട് ഷാർപ്പ് ചെയ്ത് കൊടുക്കുക. നല്ല വൃത്തിക്ക് തന്നെ ചെയ്തെടുക്കണം, എന്നാൽ മാത്രമേ നമ്മുടെ വർക്ക് ഫിനിഷിങ് ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കൂട്ടുകാരെ. ഓക്കെ. അപ്പോൾ ഇതെല്ലാ പീസസും ഇതേപോലെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. കണ്ടോ, ആ ഒരു ഫ്രോക്ക് വരുന്ന ഭാഗങ്ങളൊക്കെ നമ്മൾ ഇങ്ങനെയാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് ഒന്നിച്ച് കേട്ടോ. ഇനി ഇതെല്ലാം അത് നമ്മൾ ആ വരച്ചു കൊടുത്തില്ലേ അതിലോട്ട് ഒട്ടിച്ചു കൊടുക്കുകയാണ് കേട്ടോ. ഇതിന് വേണ്ടിയിട്ടാണ് വരച്ചു കൊടുക്കുന്നത്, അല്ലെങ്കിൽ നമുക്ക് എവിടെയാണ് ഒട്ടിക്കേണ്ടതെന്ന് അറിയില്ലല്ലോ, അതിനാണ് കേട്ടോ. ഇനി ഇതെല്ലാം കഴിഞ്ഞിട്ട് സൈഡ് ഭാഗത്ത് നമ്മുടെ ലിഡൊന്നും ഇല്ലാത്തൊരു പെൻസിൽ എടുത്തിട്ട് ഇതേപോലെ ഇങ്ങനെ ആക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ ആ കേവുകളൊക്കെ നല്ല ഫിനിഷിംഗ് ആയിട്ട് കിട്ടും. അതേപോലെ ഷാർപ്പൊന്നും അല്ലാതെ നല്ല ഇങ്ങനെ പരന്നിരിക്കുന്ന പോലെ തോന്നും കേട്ടോ. അപ്പോൾ തെർമോക്കോൾ പ്ലേറ്റ് ആണെന്നൊന്നും ഉണ്ടാവില്ല, ഷാർപ്പ്നെസ് ഒക്കെ പോയിട്ട് നല്ല ഭംഗിയായിട്ട് തന്നെ ഇരിക്കും. അപ്പോൾ എല്ലാ പീസസിലും അതേപോലെ ചെയ്യുക. അതിന് ശേഷം നമ്മൾ പെയിൻറ്റ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. ഈ ഒരു ലീഫ് പോലത്തെ ഡിസൈനിനൊക്കെ ഒരു സൈഡിൽ റെഡും ഒരു സൈഡിൽ ഓറഞ്ചുമാണ് കേട്ടോ കൊടുക്കുന്നത്. അപ്പോൾ സൈഡ് ഭാഗത്തൊക്കെ കളർ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ ഇതേപോലെ ഓറഞ്ചും റെഡും കൊടുത്തിട്ട് ഒന്ന് മേർജ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. 2 സൈഡിലായിട്ട് കൊടുത്തിട്ട് എല്ലാം കൂടെ ഒന്ന് മേർജ് ചെയ്ത് കണക്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതേപോലെ നമ്മൾ ലീഫ് ഡിസൈൻ വരുന്നിടത്ത് എല്ലാത്തിലും സെയിം ആയിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഈ പാറ്റേൺസൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ മാറ്റാൻ കുഴപ്പമൊന്നുമില്ല കേട്ടോ. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ, ഇഷ്ടമായില്ലെങ്കിൽ തീർച്ചയായിട്ടും ഡിസ്ലൈക്ക് ചെയ്യുക. നിങ്ങൾ കമൻറ്റിൽ അഭിപ്രായങ്ങളും പറയാം കേട്ടോ. അപ്പോൾ നമ്മുടെ ലീഫ് വരുന്ന പാർട്സ് എല്ലാം നമ്മൾ ഓൾമോസ്റ്റ് ഫിനിഷ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി അത് കുറച്ചൊന്ന് ഹാഫ് ഉണങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതേപോലത്തെ ഒരു സ്ക്യൂവേഴ്സ് എടുത്തിട്ട് ഒന്ന് വരച്ചു കൊടുക്കുക കേട്ടോ. ലീഫിലൊക്കെ വരുന്ന ആ വെയിൻസ് ഉണ്ടല്ലോ അതിൻ്റെ മാർക്കിംഗ് വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതേപോലെ വരച്ചു കൊടുക്കുമ്പോൾ ഒരു നല്ലൊരു സ്ട്രോക്ക് ഡിസൈൻ പോലെ വരും കേട്ടോ. അപ്പോൾ ഇതേപോലെ നമ്മൾ ചെയ്യുക. അതേപോലെ തന്നെ നമ്മൾ ഫ്രോക്കിൻ്റെ ഇടയിലും നമ്മൾ ആ ലൈൻ പോലെ ഇട്ടിട്ടില്ലേ അവിടെയും നമ്മളത് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി അതിന് ശേഷം നമ്മൾ ആ ഫ്രോക്കിന് കളർ ചെയ്ത് കൊടുക്കുകയാണ്. അതിനായിട്ട് നമ്മൾ എടുക്കുന്നത് സെറിലിൻ ബ്ലൂ ആണ് കേട്ടോ. ഈ ബ്ലൂ എടുത്തിട്ട് നമ്മൾ സൈഡിലൊക്കെ നന്നായിട്ട് തന്നെ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ നന്നായിട്ട് തന്നെ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാതും ഓൾമോസ്റ്റ് ആദ്യമേ ഞാൻ ഒന്ന് കളർ ചെയ്ത് കൊടുത്തു. എനിക്ക് കളറിംഗ് ഒന്നും പെയിൻറ്റിംഗ് ഒന്നും അത്ര ഭയങ്കര എക്സ്പേർട്ടൊന്നും അല്ല കേട്ടോ ഞാൻ. അപ്പോൾ ജസ്റ്റ് അതുപോലെ കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ആ ലൈൻ വരുന്ന ഭാഗത്തൊക്കെ നമ്മൾ കുറച്ച് വൈറ്റും ലൈറ്റ് ബ്ലൂ ഒക്കെ കൂടെ മിക്സ് ചെയ്തിട്ട് ആ ഒരു ഷെയ്ഡുകളൊക്കെ ഇതേപോലെ ഇങ്ങനെ ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. കണ്ടോ, ഇതേപോലെ നമ്മൾ ചെയ്ത ആ ഒരു ലൈനൊക്കെ വരച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം ഒന്നും കൂടെ ഒന്ന് വൈറ്റ് എടുത്തിട്ട് നമ്മുടെ ആ ലൈൻ ഭാഗത്ത് ഒന്നും കൂടെ ഒന്ന് ഷെയ്ഡ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. ഓരോന്നും സെപ്പറേറ്റ് ആയിട്ട് തോന്നണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അതൊന്ന് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ കളർ ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് മാറ്റി കൊടുക്കുക, ഒരു കുഴപ്പമില്ല. ഈ ഒരു ഭാഗത്ത് നമ്മൾ ഓറഞ്ച് കളറാണ് കൊടുക്കുന്നത്. ഇനി നമ്മൾ ബോഡി ഭാഗം കളർ ചെയ്ത് കൊടുക്കുകയാണ്. അതിനായിട്ട് നമ്മുടെ ഫ്ലഷ് ടിൻ്റ് എന്ന് പറഞ്ഞ കളറാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, അല്ലെങ്കിൽ നമ്മൾ വൈറ്റും ചെറുതായിട്ടൊന്ന് ബ്രൗണും കൂടെ മിക്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു കളർ കിട്ടും കേട്ടോ. അപ്പോൾ ഇതേപോലെ കൈക്കും അതേപോലെ തന്നെ ബോഡി വരുന്ന പോർഷൻസിലൊക്കെ നമ്മൾ ചെയ്യാണ് കേട്ടോ ചെയ്യുന്നത്. അതുപോലെ ഹെയറിൽ നമുക്ക് ബ്ലാക്കും കൂടെ കൊടുത്തു കേട്ടോ. പക്ഷേ എനിക്കൊരു മിസ്റ്റേക്ക് പറ്റി. ഈ ഒരു ബോഡി പോർട്ട് ഉണ്ടല്ലോ അവിടെ നമ്മൾ ഡയറക്റ്റ് കളർ കൊടുക്കുമ്പോൾ അതൊരു എംബോസ് എഫക്റ്റ് ഇല്ലാത്ത പോലെ തോന്നി. അപ്പോൾ ഞാൻ എന്ത് ചെയ്തത്, ചെറിയൊരു നമ്മുടെ ബിസ്ക്കറ്റൊക്കെ മേടിക്കുമ്പോൾ കിട്ടുന്ന ബോക്സിലെ അത് കട്ട് ചെയ്തെടുത്തിട്ട് അതിൽ ഞാൻ കളർ ചെയ്ത് കൊടുത്തു കേട്ടോ. എന്നിട്ട് ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്തത്. അപ്പോഴാണ് കേട്ടോ ഒരു ഭംഗി തോന്നിയത്. ഡയറക്റ്റ് ആ ബ്ലാക്കിൽ മാത്രം പെയിൻറ്റ് ചെയ്യുമ്പോൾ പെയിൻറ്റിൻ്റെ കളർ എടുത്ത് കാണിക്കുന്നില്ല, പക്ഷേ ഒരു ഭംഗിയില്ലാത്ത പോലെ തോന്നി കേട്ടോ. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ അതേപോലെ ചെയ്യാം കേട്ടോ. അതിനുശേഷം ഇതേപോലത്തെ ഒരു ഗ്ലിറ്റർ കോൺ എടുത്തിട്ട് നമ്മളിതാ ഫ്രോക്കിലൊക്കെ ഒന്നൊരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു കമ്മലൊക്കെ വരച്ച് കൊടുത്തിട്ടുണ്ട്. കമ്മലിൽ നമ്മളിതാ ഒരു ഡ്രോപ്പൊക്കെ ഇട്ട് ആ ഒരു ഡിസൈൻ കൂടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ കോൺ നമുക്ക് ഹോം മെയ്ഡായിട്ട് ഉണ്ടാക്കിയെടുക്കാവുന്നുള്ളൂ. നമ്മുടെ പൗഡറും ഫെവിക്കോളും വെച്ചിട്ട് കളറും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ കോൺ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ എല്ലാം കഴിഞ്ഞിട്ടുണ്ട്.
പിന്നെ നമ്മുടെ ഈ സൈഡിൽ വരുന്ന ഭാഗത്തൊക്കെ നമ്മൾ ബ്ലാക്ക് പെയിൻറ്റും കൂടെ ചെയ്ത് കൊടുക്കണം കേട്ടോ, എന്നാലേ ഭംഗിയാവുള്ളൂ. അതിനുശേഷം നമ്മളിതാ ഒന്ന് ഫ്രെയിമും കൂടെ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ വർക്ക് ഇവിടെ ഫിനിഷ് ആയിട്ടുണ്ട്. അപ്പോൾ ഹോം മെയ്ഡ് ആയിട്ടുള്ള ഫ്രെയിം ചെയ്യാനുള്ള ഐഡിയാസൊക്കെ നമ്മുടെ ചാനലിൽ നമ്മൾ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ സൈഡിൽ നമ്മൾ ആ പെൻസിലിൻ്റെയോ പെയിൻറ്റിൻ്റെയോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അതൊക്കെ ബ്ലാക്ക് കളർ വെച്ച് ഫില്ല് ചെയ്യണം. അതായത് നമ്മുടെ ബേസ് കളർ ഏതാണെങ്കിൽ അത് വെച്ച് നമ്മൾ ഫില്ല് ചെയ്യണം കേട്ടോ. ഇത് കഴിഞ്ഞ് കണ്ടു കഴിഞ്ഞാൽ ഒരിക്കലും പറയില്ല കേട്ടോ നമ്മൾ തെർമോക്കോൾ വെച്ച് ചെയ്താണെങ്കിൽ. ഞാൻ ഇത് ചെയ്ത് വന്നപ്പോൾ എല്ലാവരും വീട്ടിൽ കളിയാക്കി എന്ത് ഈ കാണിക്കുന്നതെന്ന്. പക്ഷേ ഫിനിഷിംഗ് ലുക്ക് വന്നപ്പോൾ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിട്ടോ, നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇതിലധികം കണ്ണിൻ്റെ മൂക്കിൻ്റെ ഒന്നും പ്രശ്നങ്ങളും വരയ്ക്കാനൊന്നും ബുദ്ധിമുട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ ഈസിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തു.